ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പുട്ടുണ്ടാക്കിയാലോ. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഗോതമ്പ് പുട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ഞാനിത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ പുട്ടുപൊടി ഇവിടെ തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിൽ ചേർത്ത് ഇളക്കി എടുത്താലും മതി. ഇതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്ത് പുട്ട് നനച്ചെടുക്കാം. നമ്മൾ പ്രത്യേകിച്ച് ഗോതമ്പ് പുട്ട് നനയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നനച്ചെടുക്കാനായിട്ട്. ഇതുപോലെ വെള്ളം കുറേശ്ശെ തളിച്ച് മാത്രമേ നമ്മുടെ പുട്ട് നനച്ചെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ട ആയിട്ടിങ്ങനെ കെട്ടി മാവ് വരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വെള്ളം കുറേശ്ശെ കൂടെ തളിച്ച് കൊടുത്ത് നന്നായിട്ട് പുട്ടിൻ്റെ പരുവാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടി ഞാനിവിടെ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ പുട്ട് കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറ്റിയിലേക്ക് ആദ്യം നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമേ നമുക്ക് പൊടി നിറച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഫൈനലായിട്ട് കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് അടച്ച് ആവി കയറ്റാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, ഈസിയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇതിന് കറിയില്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിക്കാവുന്നതാണ്. നമ്മൾ 2-3 സ്പെഷ്യൽ ആയിട്ടുള്ള പുട്ടിൻ്റെ വീഡിയോകൾ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.